ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്നൊരു യമനി മന്തി ആയാലോ? അപ്പോൾ ഞാൻ ഈ മന്തി ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ റെസിപ്പിയൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ? അപ്പോൾ ഞാനിവിടെ ഒരു 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കിലോ ചിക്കൻ ഒരു 17 പീസായിട്ട് ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന മസാലയെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എത്രയാണെന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് അത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ജീരകം, മല്ലി, കുരുമുളക്, വെളുത്തുള്ളി, പിന്നെ മാഗി ക്യൂബ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് സോൾട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് ഞങ്ങൾ മാഗി ക്യൂബ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിൽ മാഗി ക്യൂബ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങളെങ്ങനെയാണോ അതിൻ്റെ ഇത് നോക്കിയിട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ എന്താണ് വേണ്ടത്? കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തത്. അതൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊരു ജാറിൽ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ അതും കൂടെ ഒരു 2-3 ഇത് ചേർത്താൽ കൊള്ളായിരിക്കും കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മസാലയൊക്കെ എടുക്കുന്ന ടൈം അത് നമുക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ മസാല പൊടിച്ചതിന് ശേഷമാണ് ഉമ്മ അത് എടുത്ത് തന്നത്. അപ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നല്ലൊരു പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് നന്നായി ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഒരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഈ മസാല തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ഒരു നല്ലൊരു സ്മെല്ലാണ് ഈ മസാല നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ നമുക്കിതിനെ ചിക്കനിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിലോട്ട് നന്നായിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ നമുക്ക് ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. 1 മണിക്കൂറില്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വെച്ചിരിക്കാം. അപ്പോൾ നമ്മൾ റൈസ് കഴുകുന്നതിന് മുന്നേ ഒക്കെ ആദ്യം ചിക്കൻ്റെ പരിപാടി ആദ്യമേ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ അതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ ചിക്കൻ മസാലയൊക്കെ വെച്ച് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1 കിലോ അരി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ അരി എന്ന് പറയുന്നതിന് 4 കപ്പ് അരിയാണ് കേട്ടോ. 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെല്ല റൈസ് ആകുമ്പോഴത്തേക്ക് ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ ഞങ്ങൾ റൈസ് എടുത്തിട്ടൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതാ കാണുന്നത് കണ്ടില്ലേ, ഞങ്ങളതിനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ചെയ്യുന്നത് ആ പാത്രം നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. അടുപ്പത്ത് വെച്ച് അതൊന്ന് പാത്രം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഓയിലൊക്കെ എടുക്കാവൂ കേട്ടോ. അപ്പം ഈ എടുക്കുന്ന കണക്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് പറയാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റൈസ് കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ മീഡിയം സവാള ഒക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അപ്പോൾ ഈ ക്യാപ്സിക്കവും സവാളയുമായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി ഇല്ലേ,
ഒരു 4-5 അല്ലി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റാം. ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാല ആഡ് ചെയ്യാനുണ്ട്. അപ്പം മല്ലി, ജീരകം, ഗ്രാമ്പു, കുരുമുളക്, പട്ട, ഏലക്ക അങ്ങനെയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ലെമൺ. അപ്പം ഞങ്ങൾ ബേ ലീവ്സിന് പകരം ഇവിടെ ഒരു രമ്പ ഇല എന്ന് പറയുന്ന ഇലയുണ്ട്. അപ്പോൾ ആ ഇലയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതെല്ലാം ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം സവാള നന്നായിട്ട് മുരിഞ്ഞ് വരണം. സവാള നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് റൈസ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഇതൊന്ന് റൈസ് ആഡ് ചെയ്തിട്ട് ഈ റൈസിൽ ഇനിയും വെള്ളം കാണത്തില്ലേ, ആ വെള്ളം നമുക്കൊന്ന് ഡ്രൈ ആവണം. അപ്പോൾ അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി നമ്മൾ ഈ അടുപ്പത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് മാത്രമാണ് നമ്മൾ ചൂടുവെള്ളമാണ് ഇതിൽ ഒഴിക്കേണ്ടത്. ചൂടുവെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 4 കപ്പിന് 6 കപ്പ് വെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം ഞാനൊരു 5-6 മുഴുവൻ മുളക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് റൈസിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചേർക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ റൈസിനുള്ള ഉപ്പ് ആവശ്യത്തിന് നോക്കി ചേർക്കുക. അപ്പോൾ ഞാനിവിടെ എനിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചേർത്തതിന് ശേഷം നമ്മൾ വെള്ളം ആഡ് ചെയ്താൽ പിന്നെ നമ്മൾ ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ഇത്രയും നേരം വരെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിട്ട് ഇരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുകയാണ്. ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ അരി ഊറ്റി വയ്ക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ ഇത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റീമറില്ലേ, ഈ അകത്ത് ഹോള് വരുന്ന അത് വെച്ചാലും മതി കേട്ടോ. കാരണം ഈ ഹോളിലൂടെ ഈ ചിക്കൻ വേകുന്ന വെള്ളം നമുക്ക് റൈസിൽ ഇറങ്ങണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അങ്ങനത്തെ പാത്രം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ലേ, ഫോയിൽ പേപ്പർ നമ്മൾ ഈ റൈസ് വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ പുറത്തൂടെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് അതിന് പുറത്തൂടെ നമുക്ക് 5-6 ഹോൾ ഇട്ട് കൊടുക്കാം, ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് പുറത്ത് നമുക്ക് ആ ഫോയിൽ പേപ്പറിൻ്റെ പുറത്ത് ചിക്കൻ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ ചിക്കൻ അതിലിരുന്ന് വേകുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് റൈസിലോട്ട് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ ഈ പാത്രത്തിൽ ചിക്കനൊക്കെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വെച്ചതിന് ശേഷം നമ്മളിതിനെ ഫോയിൽ പേപ്പർ കൊണ്ട് മൂടുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോലെ ഫോയിൽ പേപ്പർ കൊണ്ട് മൂടുകയാണ്. ശേഷം ഒരു അടപ്പുകൊണ്ട് നമ്മൾ അതിനെ അടച്ചു വയ്ക്കുവാണ്. ഏകദേശം ഒരു 40 മിനിറ്റോളം നമ്മളിതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് ഇതിനെ കുക്ക് ചെയ്യുവാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 40 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടെ അതങ്ങനെ വെച്ചിരിക്കണം, തുറക്കാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കണം. ശേഷം മൊത്തം 50 മിനിറ്റ്. ഈ 50 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫോയിൽ പേപ്പർ മാറ്റി ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നോക്കിയാണ് ഓയിൽ പേപ്പറൊക്കെ മാറ്റുവാണ് കേട്ടോ. മാറ്റി ഒന്ന് നോക്കുവാണ് കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മണം നല്ല സ്മെല്ലാണ് കേട്ടോ. ചിക്കനുണ്ട് സ്മെല്ല് നല്ലൊരു മണമാണ് കേട്ടോ. ചിക്കനൊക്കെ നന്നായി വെന്ത് നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് ചിക്കൻ. ഇത് നോക്കി നല്ല കളറും ഒക്കെയാണ് കേട്ടോ ഇത്. അപ്പം നമുക്കിനി ഈ പാത്രം മാറ്റണം. നമുക്ക് ഇതിനെ മാറ്റിയിട്ട് നമുക്ക് റൈസിനെ നോക്കണം. റൈസ് വെന്തിട്ടുണ്ടോ എങ്ങനെയാണെന്നൊക്കെ റൈസ് നോക്കാം. റൈസിനൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. റൈസിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നല്ലൊരു കളറാണ് കേട്ടോ. നല്ലൊരു മണവും വരുന്നുണ്ട് റൈസിൽ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് റൈസ് ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാ വയ്ക്കുന്ന മന്തി പോലെയല്ല കേട്ടോ, ഇത് വേറൊരു ടേസ്റ്റാണ്. മുമ്പ് അതായിരുന്നു ഭയങ്കര ടേസ്റ്റ് എന്ന് വിചാരിച്ചു, പക്ഷേ ഇത് ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് കേട്ടോ അതിൽ നിന്ന് നല്ല ടേസ്റ്റും കുറച്ചുകൂടെ വെക്കാൻ ഈസിയും ഇതാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം എല്ലാം ഒറ്റ ഇതിൽ തന്നെ നടക്കത്തില്ലേ, അപ്പോൾ കുറച്ചുകൂടെ ഈസി ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് റൈസൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇതിന് പുറത്തുനിന്ന് നമുക്ക് ചിക്കൻ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. റൈസ് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിന് പുറത്ത് നമുക്ക് ആ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. വേറെ ഒന്നിനുമല്ല, ജസ്റ്റ് ഇത് നമുക്കൊന്ന് സ്മോക്ക് ചെയ്യാനായിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ വെച്ചൊന്ന് ഫുള്ളൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഇതിലൊന്ന് നമുക്ക് സ്മോക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്മോക്ക് ചെയ്യുമ്പോൾ നല്ലൊരു സ്മോക്കി സ്മെല്ലും കിട്ടും, അത് പ്രത്യേക ഒരു ടേസ്റ്റും ആണല്ലോ, അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്മോക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ചിക്കൻ വാങ്ങുമ്പോഴത്തേക്ക് സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ കിട്ടിയാൽ അത്രയും നല്ലത്. ഞങ്ങളിവിടെ വാങ്ങിയപ്പോഴത്തേക്ക് ചിക്കൻ സ്കിന്നോട് കൂടി കിട്ടിയില്ല, പക്ഷേ സ്കിന്നോട് കൂടി ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും, അതിനു വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇതെങ്ങനെയാണോ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങളിതാ കനലിട്ട് കുറച്ച് ഓയിൽ അതിലൊഴിച്ച് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, ഫ്ലെയിം ഇതിനാവശ്യമില്ല. അപ്പോൾ നമുക്ക് സ്മോക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് സ്മോക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഇത് തുറന്ന് നോക്കാം, ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഇത് ഓപ്പൺ ചെയ്യുവാണ് കേട്ടോ, ഓപ്പൺ ചെയ്ത് നോക്കുവാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം അടുത്ത പ്ലേറ്റ് മോൾക്ക് തന്നെ വേണമെന്നാണ് അവൾ പറയുന്നത് കേട്ടോ. അതായത് അവൾക്കൊരു പ്ലേറ്റിൽ ചോറ് എടുക്കുവാണ്. അപ്പോൾ അവൾ ലെഗ് പീസിൻ്റെ ആളാണ് കേട്ടോ, അവൾക്ക് ലെഗ് പീസ് തന്നെ വേണം. അപ്പോൾ ഇതാ ലെഗ് പീസും വെച്ച് അവൾക്കതാ ചോറ് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക, കണ്ടു നോക്കിയിട്ട് കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്, അസ്സലാമു അലൈക്കും.